ഹലോ, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇത് വെക്കേഷന്റെ സമയത്ത് നമ്മൾ ക്രിസ്മസിന്റെ പിറ്റേ ദിവസം എല്ലാവരും കൂടിയിട്ട് അതിരപ്പള്ളിയിലേക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പോയിട്ടാ. അപ്പൊ ഇതിന്റെ ഫുൾ പ്ലാനിങ്ങും ഡോണും മണിയും കൂടിയിട്ടായിരുന്നു. അപ്പൊ കണ്ടോ, നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോയപ്പോ ഫുൾ ട്രാഫിക് ആയിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ സീസൺ അല്ലേ, നിറയെ ആൾക്കാരായതുകൊണ്ട് ഞങ്ങള് അത് വേണ്ടാന്ന് വിചാരിച്ചു. നമുക്ക് കുട്ടികൾക്ക് മെയിൻലി പൂളിൽ കളിക്കണം, അതാണ് അവരുടെ ആഗ്രഹം. അപ്പൊ അത് ഞങ്ങള് വണ്ടി റിവേഴ്സ് എടുത്ത് വീണ്ടും നമ്മള് ഒരു ഹേവൻസ എനിക്ക് അതിന്റെ ആ പ്രോപ്പർട്ടിയുടെ പേര് അറിയില്ല, ഒരു വില്ലയായിരുന്നു. പക്ഷെ അടിപൊളി വില്ലയായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോണതിന് മുമ്പ് അപ്പൊ പിള്ളേര് ഫുൾ എന്താ പറയാ, ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. തൊമ്മും പാച്ചും ടൂർ പോകാന്ന് ഞാൻ ഞെട്ടിപ്പോയി. അവര് ഫുൾ ഭയങ്കര സന്തോഷമായിരുന്നു. എന്റെ കൂടെ ആയിരുന്നു രണ്ടുപേരും കേട്ടോ. ചാക്കോച്ച ഫ്രണ്ടിലിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ബാക്കിൽ നോക്കിയിട്ട് അമ്മായി അമ്മായി എന്നൊക്കെ വിളിക്കും. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അവരുടെ കൂടെയുള്ള ട്രാവല് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നമ്മുടെ സിൽവർ സ്റ്റോമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിർത്തിയിട്ട് എല്ലാവരും ചായയും ഒക്കെ കുടിച്ചു. കാരണം ഞങ്ങൾ ഒരു 2 മണി 2:30 കഴിഞ്ഞിട്ടുണ്ട് പുറപ്പെടുമ്പോ. അപ്പൊ ഈവനിങ് ആയി അവിടെ എത്തുമ്പോ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ആസ് യൂഷ്വൽ കുറെ ഫോട്ടോസൊക്കെ മണി പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എടുത്തതാട്ടാ. അങ്ങനെ എന്താ പറയാ, ഭയങ്കര സന്തോഷമായിരുന്നു. വിചാരിക്കാണ്ട് ഒരു എന്താ പറയാ അടിപൊളി ട്രിപ്പായിരുന്നു. എന്നിട്ട് ഞങ്ങള് അവിടെ അതിന്റെ അടിയിൽ ഇങ്ങനെ ശരിക്കും ഉള്ള സമയത്ത് നല്ല വെള്ളം ഉണ്ടാവും. ഇതിപ്പോ അത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങള് കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടി പിള്ളേരെ ഇറക്കിയില്ല കേട്ടാ. പിള്ളേരെ അവിടെ ചായ കുടിക്കുന്ന സമയം കൊണ്ട് ഞാനും അമൽ ചേട്ടനും അമ്മനും കൂടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. കുറെ ആ പാറക്കെട്ടൊക്കെ കണ്ടോ, അതിന്റെ നല്ല ഫോട്ടോസൊക്കെ കിട്ടാൻ വേണ്ടി. വെള്ളം ഉണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. ഞങ്ങൾ ഇങ്ങനെ കുറെ നടന്നു. അപ്പൊ മണി അവിടെ നിന്ന് മണിയും ഡോണും ചാക്കോച്ചനെ ജസ്റ്റ് കാല് ഇങ്ങനെ വെള്ളത്തില് ആക്കാൻ വേണ്ടി ഇറക്കി. അപ്പേക്കും പിള്ളേര് വന്ന് കരച്ചിലായപ്പോ ഞങ്ങൾ വേഗം കേറിയിട്ടാ. അത് കഴിഞ്ഞ് എന്താ പറയാ, അവിടെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ശരിക്കും വെള്ളം അധികം ഇല്ലാഞ്ഞ് നന്നായി, ഇല്ലെങ്കിൽ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞങ്ങൾ ഈ വില്ലയിൽ എത്തിയിട്ട്, എനിക്ക് അതിന്റെ പേര് കറക്റ്റ് അറിയില്ല, നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനും വലിയവർക്ക് കളിക്കാനും ബാസ്കറ്റ് ബോളും ക്രിക്കറ്റ് ബാറ്റ് വേണമെന്ന് പറഞ്ഞപ്പോ അതും കൊണ്ട് അവിടുത്തെ ആള് സംഘടിപ്പിച്ചു തന്നു. പിന്നെ പിള്ളേർക്ക് പറ്റിയ പൂളായിരുന്നു ഫുൾ ടൈം. നമ്മുടെ പാച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ചെന്നപ്പോഴേക്കും എല്ലാ ഡ്രസ്സൊക്കെ ഊരി അവർ റെഡി ആയിട്ട് ആദ്യം പൂളിലേക്ക് വന്നു. പിന്നെ തൊമ്മു ചാക്കോച്ചനാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ചാക്കോച്ചന് ഒരു പേടിയില്ല ഒന്നും. പിന്നെ കണ്ട ബോളൊക്കെ കളിക്കുന്നുണ്ട്, അവൻ ആരെയും നോക്കില്ല കേട്ടാ. അവനിങ്ങനെ തന്നെ കളിച്ചോളൂ, ഒരു ശല്യവും ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിള്ളേരൊക്കെ ഒരു കരച്ചിലും ഇല്ല, ഒന്നുമില്ല. അവർക്ക് പൂള് കിട്ടിയപ്പോ രാത്രി വരെ പൂള് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളും ഇറങ്ങി. ഇറങ്ങാത്തത് അതിൽ എനിക്ക് തോന്നുന്നത് അമൽച്ചേട്ടൻ മാത്രം ഇറങ്ങാത്തുള്ളൂ. ബാക്കി എല്ലാവരും ഇറങ്ങിയിട്ടാ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പൂളിൽ കിടന്ന് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അതിന്റെ റീല് നിങ്ങൾ ഡിവൈന്റെ ചാനലിൽ കണ്ടോന്ന് വിചാരിക്കണു. കുറേ നാളായിട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഒന്നിച്ച് റീല് ചെയ്യണമെന്ന്. പക്ഷെ എന്തൊക്കെയോ തടസ്സം കൊണ്ട് ഒന്നും നടന്നില്ല. അപ്പൊ ഇത് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു. പിന്നെ നമ്മുടെ ചാക്കോച്ചൻ എന്ന് പറഞ്ഞ ചാക്കോച്ചനാണ് ഏറ്റവും കൂടുതൽ പൂളിൽ എൻജോയ് ചെയ്ത ആളേട്ടാ. പിള്ളേർ മൊത്തം ഉണ്ടെങ്കിലും അവൻ സ്റ്റാർട്ടിങ് തൊട്ട് അവന് കുട്ടികൾ ഇറങ്ങണ സൈഡൊന്നും പറ്റില്ല. അവന് വലിയവരുടെ പൂളിൽ തന്നെ ഇറങ്ങണം. അത് ഡോണിന്റെ കൂടെ ത്രൂ ഔട്ട് എന്ന് കണ്ട അവൻ നീന്തണ പോലെ ഫുൾ. ഞാൻ വിചാരിച്ച അവന് ഒരു കോൾഡും ഒന്നും വന്നില്ല കേട്ടോ. ഭാഗ്യം, പിള്ളേർക്ക് ആർക്കും ഒരു കുഴപ്പം ഉണ്ടായില്ല. എനിക്കാണെങ്കിലും എനിക്ക് തൊണ്ടയ്ക്ക് വയ്യായിരുന്നു, ശരിക്കും ഇറങ്ങാൻ പാടില്ല. പക്ഷെ ഞാൻ അതൊന്നും നോക്കിയില്ല. സൗണ്ടൊക്കെ വന്നോളും, എന്തായാലും ഇറങ്ങി. ഇനിയിപ്പോ അത് വന്നോളും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങി. പിന്നെന്താ, എല്ലാം കഴിഞ്ഞ് രാത്രി ആയപ്പോ ഞങ്ങൾ കയറി, എല്ലാരും കുളിച്ചൊക്കെ കയറി. പിന്നെ നല്ല സൗകര്യമുള്ള വില്ലയായിരുന്നു കേട്ടോ. ഒരു 3 വലിയ ബെഡ്റൂം ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് കിച്ചൺ, വലിയ ഹാളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ രാത്രി നമ്മൾ കഴിക്കാനായിട്ട് പുറത്തുനിന്ന് അൽഫാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ അൽഫാം ഭയങ്കര ഇഷ്ടമാണ്. അമൽച്ചേട്ടൻ അത് കഴിക്കാത്തതുകൊണ്ട് അമൽച്ചേട്ടൻ മാത്രം ഫ്രൈഡ് റൈസ്. പിന്നെ അവിടെ രാത്രി ഞങ്ങൾ കുറേ ലേറ്റ് ആയിട്ടാണ് കിടന്നേട്ടാ. കുറേ വൈകിട്ട് അത് വരെ നമ്മൾ ക്യാരം ബോർഡൊക്കെ കളിച്ചു. എനിക്ക് കുറേ നാളായി ഞാൻ ക്യാരംസ് കളിച്ചിട്ട്. പണ്ട് മണിയുടെ അവിടെ പാവർട്ടിയിലുള്ള സമയത്ത് ക്യാരംസ് കളിക്കാറുണ്ടായിരുന്നു. അന്ന് ചെറുപ്പാണ്. അതിനുശേഷം ഞാൻ അങ്ങനെ ക്യാരംസ് കളിച്ചിട്ടില്ല. പിന്നെ നമ്മള് ഡോണും ഓച്ചും അമ്മനും അമൽ ചേട്ടനൊക്കെ ആയിരുന്നു കേട്ടോ സെറ്റായിട്ടാണ് കളിച്ചിരുന്നത്.
അത് കഴിഞ്ഞ് പിന്നെ ഞാനും ഡിവൈനൊക്കെ കയറി. പിള്ളേര് ശല്യമൊന്നും ഉണ്ടാക്കുന്നില്ല, അവർ അവരുടേതായ രീതിയിൽ കളിക്കണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കാർഡ്സ് കളിച്ചു. കാർഡ്സ് പിന്നെ ഞാൻ എപ്പോഴും കളിക്കാറില്ല, അമൽച്ചേന്റെ കസിൻസ് ഒക്കെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് റമ്മി കളിക്കാറുള്ളതാ. ഇവിടെ റമ്മി അല്ല കളിച്ചത്, ഇവിടെ ഓരോരുത്തരും ഓരോ ഗെയിം പഠിപ്പിക്കുക, അപ്പാപ്പ പഠിച്ച് കളിക്കലായിരുന്നു. പിന്നെ രാവിലെ ഇപ്പൊ വീണ്ടും പിള്ളേരും എന്റെ മോനും ഇവിടെ ഇറങ്ങി. അപ്പൊ ഇതേ കണ്ട ചാക്കോച്ചൻ ബിസ്ക്കറ്റ് ചേട്ടന് വെച്ചു കൊടുക്കണതാട്ടോ ഭയങ്കര സ്നേഹത്തില്. അവര് മാത്രം ഇറങ്ങിയുള്ളൂ, വലിയവരാരും ഇറങ്ങിയില്ല. അത് കഴിഞ്ഞ് പിന്നെ പൂവാറായപ്പോഴേക്കും ഒരു റീൽസും കൂടി പൂളിലല്ലാണ്ട് എടുക്കണമെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട. ഇവിടെ ഷെയർ ചെയ്യണം കണ്ട പിള്ളേര്. അത് കഴിഞ്ഞ് ഫൈനലായിട്ട് ഇവര് ബാസ്കറ്റ് ബോൾ കളിക്കുക. അപ്പൊ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇടണത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ ഒന്നും കൂടിയും അവർ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ പ്ലാൻ ചെയ്തു, ഒരെണ്ണം കൂടി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി ലോക്ക് ചെയ്തതിന് ശേഷമാണ് ഇത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ വീഡിയോ കണ്ട് പഠിച്ച്. ഞങ്ങക്ക് സന്തോഷം, ഞങ്ങൾ കളിച്ചേലല്ല, അമൽ ചേട്ടനും ഡോണും കളിച്ചേല ഭയങ്കര സന്തോഷമായത്. ഒന്നും ഒരു എതിർപ്പും പറയാണ്ട് അവർ ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിൽ ഭയങ്കര സന്തോഷമായി. നന്നായിട്ട് മണി ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തരും ചെയ്തു. ഇനി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാന്ന് ആ ഒരു കെട്ടുകുട്ടി എന്ന് പറയുന്നത് കുട്ടി. അപ്പൊ ഞങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ബൈ.